ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് എന്തുകൊണ്ട് ടെൻഡർ വിളിച്ചില്ല എന്നതാണ്. ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽ സംസ്ഥാന സർക്കാരിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടു. അതിന് ടെൻഡർ വിളിക്കേണ്ട ആവശ്യം എന്താണ്? ഒരു നിശ്ചിത എണ്ണം ലൈസൻസ് കൊടുക്കുന്ന സമയത്താണ് സാധാരണ ടെൻഡർ വിളിക്കുക. ഇപ്പോൾ ബാർ ഹോട്ടലുകൾക്ക് ലൈസൻസ് കൊടുക്കുന്നത് ടെൻഡർ വിളിച്ചിട്ടാണോ? ഇതിനു മുമ്പ് ഡിസ്റ്റിലറികൾക്ക് അനുമതി കൊടുത്തത് ടെൻഡർ വിളിച്ചിട്ടാണോ? ഏത് ഗവൺമെന്റ് ആവട്ടെ, എന്തൊരു വാദമാണ് അദ്ദേഹം ഉന്നയിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം മനസ്സിലാക്കട്ടെ, അദ്ദേഹം 99 ഒരു ഓർഡറിന്റെ കാര്യം പറയുന്നു. അന്ന് അനുമതി നിരസിച്ചുകൊണ്ടൊരു ഓർഡർ ഇറക്കി. സർക്കാർ പിന്നീട് മദ്യനയത്തിൽ മാറ്റം വരുത്തിയല്ലോ. 2023-24 മദ്യനയത്തിൽ ഖണ്ഡിക 24 അദ്ദേഹം വായിച്ചു നോക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഗവൺമെന്റ് വ്യക്തമായി പറഞ്ഞതാണ്, കേരളത്തിൽ മദ്യോൽപാദനം നടത്തും, സ്പിരിറ്റിന്റെയും എത്തനോളിന്റെയും ഉൽപാദനം ഇവിടെ നടത്താൻ മുന്നോട്ട് വന്നാൽ അവർക്ക് അനുമതി കൊടുക്കുമെന്ന കാര്യം പറഞ്ഞിരുന്നതാണ്. ഇതിൽ എന്ത് ദുരൂഹതയാണുള്ളത്?